തമിഴ്നാട്ടിലെ കുംഭകോണത്തുള്ള സൗന്ദരരാജ പെരുമാൾ ക്ഷേത്രത്തിൽ നിന്നും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മോഷ്ടിക്കപ്പെട്ടതും കോടികൾ വിലമതിക്കുന്നതുമായ സന്യാസി കവി തിരുമങ്കൈ ആൾവാറിന്റെ വെങ്കല വിഗ്രഹം ലണ്ടനിൽ നിന്നും ആരാധനാലയത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ ഒരുങ്ങുകയാണ്. 1967 വിഗ്രഹം ഏറ്റെടുത്തതിനു ശേഷം സൂക്ഷിച്ചിരുന്ന ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ആഷ്മോലയിൽ മ്യൂസിയം വിശദമായ അന്വേഷണത്തിനും ഉത്ഭവത്തെക്കുറിച്ചുള്ള ശക്തമായ തെളിവുകൾക്കും ശേഷം അത് തിരികെ നൽകാൻ സമ്മതിച്ചതായി തമിഴ്നാട് ഐഡൽ വിങ് CID സ്ഥിരീകരിക്കുകയും ചെയ്തു. 1957-നും 1967-നും ഇടയിൽ ക്ഷേത്രത്തിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ട 4 പുണ്യവസ്തുക്കളിൽ ഈ വിഗ്രഹവും ഉൾപ്പെടുന്നുണ്ട്. ഈ അജ്ഞാത വിഗ്രഹ കടത്തുകാർ ഇത് അനധികൃതമായി വിൽക്കുകയും വിദേശത്തേക്ക് കടത്തുകയും ചെയ്തു. തിരുമങ്കൈ ആൾവാറിനൊപ്പം മറ്റ് മോഷണ വിഗ്രഹങ്ങളും കലിംഗ നർത്തകൃഷ്ണർ, വിഷ്ണു, ശ്രീദേവി എന്നിവരെ അമേരിക്കയിലുടനീളമുള്ള മ്യൂസിയങ്ങളിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ക്ഷേത്രത്തിലെ ആരാധനാ ചടങ്ങുകളിൽ ഈ വിഗ്രഹങ്ങളുടെ പകർപ്പുകൾ മോഷണം മുതൽ ഉപയോഗിച്ചു വരുന്നു. അതേസമയം ഒറിജിനൽ വിദേശത്ത് തുടരുകയും ചെയ്യുകയാണ്. തമിഴ്നാട് ഐഡൽ വിങ് CID 2020 മുതൽ അന്വേഷണം തുടങ്ങി. തെളിവെടുപ്പിലൂടെ വിഗ്രഹങ്ങൾ കണ്ടെത്തുകയും ചെയ്തു. അവരുടെ ശ്രമങ്ങൾ വിഗ്രഹങ്ങളുടെ ഉത്ഭവം തെളിയിക്കുന്ന ഡോക്യുമെന്റേഷന്റെ പിന്തുണയോടെ സ്വദേശത്തേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ഔപചാരിക അഭ്യർത്ഥനയിലേക്ക് നയിക്കുകയും ചെയ്തു. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രതിനിധികൾ ഈ തെളിവുകൾ പരിശോധിച്ച് കുംഭകോണത്തിൽ നിന്നും വിഗ്രഹം അനധികൃതമായി നീക്കം ചെയ്ത് സ്ഥിരീകരിച്ചു. ഈ സ്ഥിരീകരണത്തെ തുടർന്ന് യൂണിവേഴ്സിറ്റി കൗൺസിൽ വിഗ്രഹം തിരികെ നൽകുമെന്ന് പ്രതിജ്ഞയെടുക്കുകയും തമിഴ്നാട്ടിലേക്ക് മാറ്റുന്നതിനുള്ള എല്ലാ ചെലവുകളും വഹിക്കാൻ വാഗ്ദാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. തിരുമങ്കൈ ആൾവാർ വിഗ്രഹം 1 മാസത്തിനകം തമിഴ്നാട്ടിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനിടെ ബാക്കിയുള്ള 3 വിഗ്രഹങ്ങളും അമേരിക്കയിലെ മ്യൂസിയങ്ങളിൽ നിന്നും നാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയുമാണ്.